ഡ്രൈവിംഗ് പോലെയാണ്. നമ്മൾ കരിയർ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് പോലെയാണ്. വാട്ട്സ് ഹാപ്പനിങ് അറൗണ്ട് യു അല്ല, വാട്ട്സ് ഹാപ്പനിങ് ഇൻസൈഡ് യു ആണ് കരിയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. എ വെരി വാം വെൽക്കം ടു വൺ ആൻഡ് ഓൾ. കരിയർ ക്ലാരിറ്റി വർക്ക്ഷോപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കരിയർ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഏകദേശം 40-45 വർഷം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ചെറിയ കാര്യങ്ങൾ, മൈനറായിട്ടുള്ള രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കണം, ഞായറാഴ്ചകളിൽ എന്ത് ചെയ്യണം, വൈകുന്നേരങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ദിവസത്തിൻ്റെ പല പല കാരണങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കരിയർ എന്ന് പറയുന്നത്. ഒരു ആവറേജ് ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 20-25 വയസ്സിലായിരിക്കും. അത് എൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു 65 വയസ്സ് വരെ, അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ലൈഫ്, ജീവിത അവസാനം വരെ തുടർന്ന് കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് കരിയർ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഐഡൻറ്റിറ്റിയാണ്. കരിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഐഡൻറ്റിറ്റിയായി മാറാൻ പോകുന്നത്. നമ്മൾ ഒരാളെ പരിചയപ്പെടുന്ന സമയത്ത് നമ്മുടെ പേര് പറഞ്ഞു, ഇപ്പോൾ എൻ്റെ പേര് ഷമ്മാസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നത് ഐ എം എ കരിയർ കൗൺസിലർ എന്നുള്ളതാണ്. നമ്മളൊരു ഡോക്ടർ ആണെങ്കിൽ ആസ് എ ഡോക്ടർ എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് മാൻ ആണെങ്കിൽ അങ്ങനെ, ഒരു ഹോട്ടൽ റൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ രീതിയിലാണ് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി അവർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ കരിയർ സാറ്റിസ്ഫൈ ചെയ്യുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ പേർപ്പസ് ഓഫ് ലൈഫാണ്. നമ്മൾ ജീവിതത്തിൽ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് കരിയർ എന്ന് പറയുന്നത്. ഡീപ്ലി പോവുകയാണെങ്കിൽ ഒരു ഡോപ്പമൈൻ റിലീസ്, നമ്മുടെ പ്രൊഡക്ടിവിറ്റി, ഇപ്പോൾ എന്താണ് ജീവിതത്തിന് ഒരു അർത്ഥം എന്നുള്ള രീതിയിലൊക്കെ പറയാമെങ്കിലും സിമ്പിളി പറയുകയാണെങ്കിൽ പേർപ്പസ് ഓഫ് ലൈഫ് കൊണ്ടുവരുന്ന ഒരു സാധനമാണ്. നമ്മൾ പ്രൊഡക്റ്റീവായിട്ടൊരു കാര്യം ചെയ്യുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ നമുക്കൊരു ഭയങ്കര ഒരു വേസ്റ്റ്, അല്ലെങ്കിൽ ഭയങ്കര ഒരു നിരാശയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത്. സോ കരിയർ കൊണ്ടുവരുന്നത് ആസ് എ പേർപ്പസ് ഓഫ് ലൈഫ് എന്നുള്ള രീതിയിലാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സോഴ്സ് ഓഫ് ഇൻകമാണ്. സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സം എമൗണ്ട് ഓഫ് മണി എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ തന്നെ ടോട്ടലി ഡിഫൈൻ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ ഈ 2 കാര്യങ്ങളാണ് കരിയർ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇത്രയൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടായിട്ടും മിക്കവരും കരിയർ പ്ലാൻ ചെയ്യുന്നത് പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ചെറിയ ആളാവട്ടെ വലിയ ആളാവട്ടെ, മിക്കവരും കിട്ടിയത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ കരിയർ പ്ലാനിങ് എന്നുള്ളത് അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പ്രോസസ്സൊന്നുമല്ല. എന്താ പറയുക, ഡ്രൈവിംഗ് പോലെയാണ്. നമ്മൾ കരിയർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് പോലെയാണ്. നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് എങ്ങനെ ഉണ്ടാവുക, ഭയങ്കര നെർവസ് ആയിട്ട് ഒരുപാട് ടെൻഷനൊക്കെ അടിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, നമ്മളെ ക്ലച്ച് പിടിക്കുന്നതും അല്ലെങ്കിൽ ഈവൻ നമ്മുടെ മുന്നിലൊരു വണ്ടി വരുന്നത് പോലും നമ്മളെ നെർവസ് ആക്കും, നമുക്ക് ഒരുപാട് ടെൻഷൻ കൊണ്ടുവരും. ബട്ട് വൺസ് വി ഗോട്ട് ദ ഗ്രിപ്പ്, ഡ്രൈവിങ്ങിൻ്റെ ഗ്രിപ്പ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് റിയലി സ്മൂത്താണ്. അപ്പം അതുപോലെ തന്നെയാണ് കരിയർ പ്ലാനിങ് എന്നുള്ളത്. അതെന്താണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് മനസ്സിലാക്കുന്നത് വരെ ആ ബുദ്ധിമുട്ടുണ്ടാവില്ല. വൺസ് വി ഗോട്ട് ദാറ്റ് ഇറ്റ്സ് ഗോയിങ് ടു ബി റിയലി ഈസി. അപ്പോൾ നോർമലി കരിയർ പ്ലാനിങ്ങിന് ഡിഫറെൻറ്റ് സ്റ്റേജുകളുണ്ടെന്ന് ആൾക്കാർ പറയാറുണ്ട്. പക്ഷേ നമ്മൾ ഫോളോ ചെയ്യുന്നത് 3 സ്റ്റെപ്പ് മെത്തേഡാണ്. 3 സ്റ്റെപ്പിലൂടെ, അല്ലെങ്കിൽ 3 സ്റ്റെപ്പാണ് നമ്മളിതിൽ കൂടുതലായിട്ട് മേജറായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഡിസ്കവറിങ് യുവർ സെൽഫാണ്. വാട്ട്സ് ഹാപ്പനിങ് അറൗണ്ട് യു അല്ല, വാട്ട്സ് ഹാപ്പനിങ് ഇൻസൈഡ് യു ആണ് കരിയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ ഉള്ളിൽ എന്താണുള്ളത്, നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഹൂ ആർ യു? നിങ്ങളുടെ ഒരു പേരിനപ്പുറം എന്താണ് നിങ്ങളെന്ന് ആലോചിച്ചിട്ട് നോക്കിയിട്ടുണ്ടോ? ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുന്നത് മുതലാണ് ഒരു കരിയറിൻ്റെ ജേർണി പ്രോപ്പർലി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. സോ നോർമലി ഇന്ന് ഒരു കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആസ്പെക്ട്സുകളുണ്ട്. എന്തൊക്കെയാണ് ആസ്പെക്ട്സുകൾ എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഈ ആസ്പെക്റ്റുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ടെസ്റ്റുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആ ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതും ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്നും വിൽ പ്രൊവൈഡ് ഇൻ ഡീറ്റെയിൽ. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ആൻഡ് ക്വാളിഫിക്കേഷനാണ്. 2 ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാളിഫിക്കേഷനേക്കാൾ ഇമ്പോർട്ടൻ്റ് ക്വാളിറ്റി എന്നുള്ളതാണ് ഈ ഒരു എറയിൽ, അല്ലെങ്കിൽ ഈ ഒരു സെഞ്ച്വറിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ. കാരണം ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഡിഗ്രി, ഗ്രാജുവേഷൻ എന്നുള്ളതാണ്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൽ സെറ്റുകളാണ്.
നമ്മളിന്ന് കറൻ്റ്ലി പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മുമ്പ് കാലങ്ങളിൽ ഉണ്ടായിരുന്നത് ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള മാർക്കറ്റായിരുന്നു. കൂടുതൽ ആൾക്കാരുണ്ടാവണം എന്നുള്ളതേ ഉള്ളൂ. ബട്ട് കറൻ്റ്ലി സ്കിൽ ഇൻറ്റൻസീവ് മാർക്കറ്റാണ്. സ്കിൽ ഉണ്ടെങ്കിലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ക്വാളിഫിക്കേഷൻ ആൻഡ് ക്വാളിറ്റി രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് നമ്മുടെ കരിയറിലേക്ക് ഒരു എൻട്രി കിട്ടാൻ എളുപ്പമാക്കും. ബട്ട് വൺസ് വി ഗോട്ട് ദാറ്റ് എൻട്രി, നമുക്ക് ഫർദർ ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി അല്ലെങ്കിൽ സ്കിൽ സെറ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. സോ കരിയറിന് ആവശ്യമായിട്ടുള്ള സ്കിൽ സെറ്റുകൾ എന്തൊക്കെയാണ്? ഒരു 99 സ്കിൽസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാ കരിയറുകളെയും ഒരു 21 കാറ്റഗറി ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുന്നു. ആ 21 കാറ്റഗറിയിൽ വരുന്ന കരിയറുകൾ എന്തൊക്കെയാണെന്നുള്ളതും അതിനാവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളതാണ് നമുക്ക് ആ ഒരു സെക്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. മൂന്നാമത്തേത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭയങ്കര ഇഷ്ടമുള്ളൊരു കോട്ടാണ്. എന്താണ് പറയുക? ഡ്രീംസ് ഡു നോട്ട് ഹാപ്പൻ അണ്ടിൽ യു വർക്ക് ഓൺ ഇറ്റ്. നമ്മൾ പണിയെടുക്കാതെ ഒരു സ്വപ്നവും സാക്ഷാത്കരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ബട്ട് ദ ക്വസ്റ്റ്യൻ ഈസ് ഹൗ? എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ അതിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മൈക്രോ ആക്ഷൻ ആൻഡ് മൈക്രോ ഹാബിറ്റ് എന്നുള്ളതാണ്. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല, ചെറിയ കാര്യങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് എല്ലാ ദിവസവും ചെയ്യുന്നതിലാണ് സക്സസ് ഉണ്ടാവുക എന്നുള്ളത്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഡിസ്കവറിങ് യു.